ഹലോ മക്കളെ, എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നീറ്റ് എഴുതിയ എല്ലാ മക്കളും അവരുടെ കീമിന്റെ റാങ്ക് എന്തുകൊണ്ട് വന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആശങ്കപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇനി അവർക്കുള്ള അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ കീമിന്റെ റാങ്ക് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഫർദർ സ്റ്റെപ്സ് ചെയ്യാനുണ്ട്. ആ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ചെയ്യണം? എന്താണ് നിങ്ങൾ ചെയ്യാനുള്ളതെന്നെല്ലാം എന്ത് ചെയ്യാം നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ ഒന്നാമത്തെ കാര്യം ഞാൻ ഇത് ആദ്യമേ പറഞ്ഞുകൊള്ളുന്നത്, നിങ്ങൾക്ക് കീം ആഗ്രഹിക്കുന്ന ഒരു കുട്ടി ആ കീമിലൂടെ കേരളത്തിലെ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സ് ലഭിക്കാമെന്ന് ചോദിച്ചാൽ MBBS, BDS തുടങ്ങിയ മെഡിക്കലും മെഡിക്കൽ അലൈഡ് കോഴ്സുകളും അതേപോലെ തന്നെ അഗ്രികൾച്ചറും അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കേരളത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ കേരളത്തിൽ ഈ പറഞ്ഞ അഡ്മിഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ നീറ്റ് വഴി നീറ്റിന്റെ മാർക്ക് ഉപയോഗിച്ച് കീമിന്റെ സെപ്പറേറ്റ് റാങ്ക് ഉണ്ടാക്കിയിട്ട് ആ റാങ്ക് വഴിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇവിടെ അഡ്മിഷൻസ് ലഭിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ്സുകളാണ് ഞാൻ ഇവിടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ നമുക്ക് കാണാം ദ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. CE കേരള എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. അവിടെ കയറി കഴിഞ്ഞിട്ട് ഈ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ തന്നെ കാണാം ഓൺലൈൻ ഫെസിലിറ്റി ഫോർ സബ്മിഷൻ ഓഫ് നീറ്റ് UG 2024 റിസൾട്ട് ഫോർ മെഡിക്കൽ ഓർ മെഡിക്കൽ അലൈഡ് കോഴ്സ്. അതായത് നിങ്ങൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ നീറ്റിന്റെ സ്കോർ ആണ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്തുള്ളൂ കീമിന്റെ റാങ്ക് ലിസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ പ്രസ് റിലീസ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാ ഇവിടെ നിങ്ങൾ നോക്കി കഴിയുമ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രസ് റിലീസ്. അവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ പ്രസ് റിലീസ് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത് MBBS, BDSഉം അതേപോലെ തന്നെ ബാക്കിയുള്ള കോഴ്സുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ആയുർവേദ, സിദ്ധ, യുനാനി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ കാണാൻ കഴിയും. ഫോറസ്റ്റ്, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, അതേപോലെ തന്നെ വെറ്റിനറി, ഫിഷറീസ് എന്ന് പറഞ്ഞ ഈ കോഴ്സുകളിലോട്ടും അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലോട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട്. ബയോടെക്നോളജിയിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും കേരളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം 11-ാം തീയതിയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് തന്നിട്ടുള്ളത്. 11-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യണം 12 മണിക്കുള്ളിൽ, അതായത് അർദ്ധരാത്രിക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്ത് തീർക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഇത് എന്ത് ചെയ്തുള്ളൂ വാലിഡ് ആവൂ. ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ എക്സ്റ്റെൻഡഡ് ആവാനുള്ള ചാൻസ് കുറവാണ്. എന്തെന്നാൽ വെബ്സൈറ്റിൽ ഇതുവരെ ഇഷ്യൂസ് ഒന്നുമില്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എക്സ്റ്റെൻഡ് ആവാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് മാക്സിമം 11-ാം തീയതിക്കുള്ളിൽ അത്രയും ഡിലേ ആക്കണമെന്നും ആവശ്യമില്ല. ഇതിൽ വലിയൊരു പ്രോസസ്സ് അല്ല ഇത്. നിങ്ങൾ അധികം വേറെ കൺസൾട്ടേഷൻ എടുത്ത് ചെയ്യേണ്ട പ്രോസസ്സും അല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ മാർക്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. അത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ കൊടുക്കുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ആപ്ലിക്കൻ ലോഗിൻ ഐഡിയും മറ്റും കാര്യങ്ങളും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു നിങ്ങളുടെ വിൻഡോ ഓപ്പൺ ആയി വരും. ഇങ്ങനെ വിൻഡോ ഓപ്പൺ ആയി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് പെർഫോമ റിസൾട്ട്സ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് കാണും. നമുക്ക് ആവശ്യം എന്താണ്, നീറ്റ് റിസൾട്ട് സബ്മിഷൻ ആണ്. ഈ നീറ്റ് റിസൾട്ട് സബ്മിഷനിൽ കയറി കഴിഞ്ഞിട്ട് ഇവിടെ പ്രൊസീഡ് ടു നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏറ്റവും താഴെ കാണാൻ കഴിയും. അവിടെയുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്ന ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പ്രൊസീഡ് ടു നീറ്റ് റിസൾട്ട് സബ്മിഷൻ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ നീറ്റിന്റെ റോൾ നമ്പറും നീറ്റ് ആപ്ലിക്കേഷനും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും കൊടുക്കുക. എന്നിട്ട് ആ വ്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ കഴിയും. നിങ്ങളുടെ സ്കോർ കാർഡും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അതൊക്കെ ചെക്ക് ചെയ്യുക. ഇതൊക്കെ കറക്റ്റ് ആണോ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ, എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ആഡ് ചെയ്യേണ്ടതൊക്കെ ആഡ് ചെയ്യുക. കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഓൾസോ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ വേണ്ടി നിങ്ങൾ ഓർക്കുക. ഇത് എന്തെന്നാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തു എന്നതിനുള്ള പ്രൂഫാണ് ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കേണ്ടത്. നാളെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രൂഫ് നിങ്ങൾക്ക് ഉപകരിക്കുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. മുകളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം മറന്നുപോയാലും ഇവിടെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന പ്രോസസ്സൊക്കെ ഇവിടെ ഉണ്ട്. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യുക, നോക്കിയിട്ട് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് വഴി നമ്മുടെ കേരളത്തിലോട്ട് കീം വഴി നീറ്റിന്റെ മാർക്ക് വെച്ചിട്ട് കേരളത്തിലോട്ട് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി കേരളത്തിലെ കുട്ടികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ കോഴ്സുകളിലോട്ട്, നേരത്തെ പറഞ്ഞ കോഴ്സുകളിലോട്ടൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കഴിയുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഞാൻ തുടർന്നുള്ള വീഡിയോസിൽ ചെയ്യാം. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.